മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയിർപ്പേകുന്നു. നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഈ നിമിഷം വരെയും വർണ്ണിക്കാനാവാത്ത സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യകാരുണ്യ രൂപനായ അങ്ങ് സ്വർഗം വിട്ട് ഭൂമിയിൽ വസിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാനും സാന്ത്വനിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം. ജീവിതത്തിൻ്റെ നെഞ്ചിൻ്റെ താളവും ശ്വാസത്തിൻ്റെ ജീവനും അങ്ങ് ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും അങ്ങയുടെ കരസ്പർശനത്തിൽ, അങ്ങയുടെ ആലിംഗനത്തിൽ ജീവിക്കുവാൻ
അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. Help us, O Lord, to live in your eternal embrace. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരാപ്പം, നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഒരമ്മ തൻ കയ്യാൽ അന്നു രൂപം ലഭിച്ചോരാപ്പം, നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാഥാ എൻ ദേഹമാം അപ്പത്തെ അവിടുന്ന് ആശീർവദിച്ചേകിടണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ ശരീരമാണ് അങ്ങ് വാഴ്ത്തി വിഭജിച്ച് ബലിയായി നൽകിയത്. എൻ്റെയും ശരീരത്തെ അങ്ങ് വാഴ്ത്തി വിഭജിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ലോകം മുഴുവനും വേണ്ടി തന്നെ വിഭജിച്ചു കൊടുക്കുക എന്നുള്ളത്. ദൈവപിതാവിനോട് ചേർന്ന് അങ്ങയുടെ ജീവിതത്തെ അങ്ങ് വിഭജിച്ച് കാഴ്ചയായി നൽകിയപ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും, അപ്പന്മാരും അമ്മമാരും മക്കളും, ഞങ്ങളെല്ലാവരും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഒക്കെ ഒത്തിരി അധ്വാനിക്കുന്നവരാണ്. ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ വാഴ്ത്തി വിഭജിക്കാറുണ്ട് ഓരോ ദിവസത്തിലെ കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ വഴിയായി. എന്നാൽ അവ അങ്ങയോട് ചേർന്ന് നിന്ന് ഈ ജീവിത ബലി അർപ്പിക്കുമ്പോഴാണ് സ്വർഗം ഇറങ്ങി വരുന്നത്. അങ്ങയോട് ചേർന്ന് അധ്വാനിക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥ ബലി നടക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ അങ്ങ് ഞങ്ങളെ വളർത്തണമേ. നാഥാ എൻ ദേഹമാ അപ്പത്തെ അവിടുന്ന്
അവിടുന്ന് ആശീർവദിച്ചേകിടേണേ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. അപ്പം പകുത്തേക്കും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു. കാസ പകർന്നേക്കും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ചേർത്തു. അപ്പം പകുത്തേക്കും നേരം നിന്റെ നെഞ്ചിൻ്റെ നേരും നീ ചേർത്തു. കാസ പകർന്നേക്കും നേരം നിന്റെ ജന്മത്തിനർത്ഥം നീ ഓർത്തു. താതന്റെ സ്വപ്നത്തെ അത്താഴമേശയിൽ പ്രാണൻ പകർന്നു നീ കാത്തു. നല്ല ഈശോയെ, ശരീരം വിഭജിച്ച് അധ്വാനത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇവയെ മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ലേഖനങ്ങളിൽ പറയുന്നത് പോലെ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നുവെന്ന്. The one who does not gather with me scatters. ഈശോയെ, ജീവിതത്തിൻ്റെ അർത്ഥം ഈ അധ്വാനവും കഷ്ടപ്പാടുകളും നേട്ടങ്ങളും എല്ലാം വഴിയായി അവസാനം അങ്ങിലെത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ്. The only purpose of our life, the final goal of all our trials and struggles and suffering is to reach you and to unite ourselves with you in heaven forever. ദിവ്യകാരുണ്യമായ നാഥനെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത് തന്നെ സ്വർഗമെന്നുള്ള വലിയ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതിനും സ്വർഗമാണ് ലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്നതിനും വേണ്ടിയല്ലേ? ഈശോയെ, ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഈ ഭൂമിയിലെ അധ്വാനങ്ങളും പ്രാർത്ഥനകളും സഹനങ്ങളും സന്തോഷങ്ങളും എല്ലാം ചേർത്ത് വെച്ച് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ലഭിക്കുന്ന ആ വലിയ സ്വർഗത്തെ നോക്കി ജീവിക്കുവാൻ, സ്വർഗത്തെ മുന്നിൽ കണ്ട് തീർത്ഥാടനം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടിയുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.